നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആറളം ഫാമിലെ കൃഷിനാശം നഷ്ടപരിഹാരം നൽകേണ്ടത് വനം വകുപ്പെന്ന് MV ജയരാജൻ. ശമ്പള കുടിശ്ശിക പൂർണ്ണമായും ലഭിക്കാൻ കലക്ടറേറ്റ് മാർച്ച് നടത്തി ആദിവാസി ക്ഷേമ സമിതി. ഹോട്ടലുകളിൽ മിന്നൽ പരിശോധന, പഴകിയ കറികളടക്കം പിടിച്ചെടുത്തു. ആയിക്കരയിലെ 4 ഹോട്ടലുകൾക്ക് ആരോഗ്യവകുപ്പിന്റെ നോട്ടീസ്. അഴീക്കൽ തുറമുഖം ആധുനികവൽക്കരിക്കുന്നു. പ്രവൃത്തി ഉദ്ഘാടനം തിങ്കളാഴ്ച മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. നവീകരണം 26 കോടിയോളം രൂപ ചിലവഴിച്ച്. വാർത്തകൾ വിശദമായി. ആറളം ഫാമിലെ കൃഷിനാശം നഷ്ടപരിഹാരം നൽകേണ്ടത് വനം വകുപ്പെന്ന് MV ജയരാജൻ. ആറളം ഫാമിലെ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും ശമ്പള കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആദിവാസി ക്ഷേമ സമിതി ആറളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആറളം ഫാമിൽ കൃഷിനാശം മൂലം വരുമാനം കുറഞ്ഞതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും തൊഴിലാളികൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നും CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. 3.34 കോടി രൂപയാണ് മുഴുവൻ കൂലി കുടിശ്ശികയും കൊടുക്കുന്നതിനു വേണ്ടി സർക്കാർ അനുവദിക്കേണ്ടത്. ഫാമിൽ നിന്ന് കൃഷി ചെയ്തുകൊണ്ട് കിട്ടുന്ന വരുമാനത്തിലൂടെ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും കൂലിയും ശമ്പളവും നൽകാനുള്ള, വേതനം നൽകാനുള്ള വരുമാനം ഇപ്പോഴില്ല. വരുമാനം ഇല്ലാതാക്കിയത് തൊഴിലാളികളല്ല, കാട്ടാനകളുടെ, വന്യജീവികളുടെ അക്രമം മൂലം കൃഷി നശിച്ചതിന്റെ ഫലമായിട്ടാണ് വരുമാനം കുറഞ്ഞത്. അല്ലെങ്കിൽ ആറളം ഫാം വരുമാനമുണ്ടാക്കുന്ന ഒരു ഫാം തന്നെയാണ്. ആറളം ഫാമിൽ കൃഷിനാശം സംഭവിക്കുകയും വരുമാനം ഇല്ലാതാവുകയും ചെയ്തത് തൊഴിലാളികളുടെ കുറ്റം കൊണ്ടല്ലെന്നും മറിച്ച് കാട്ടാനകളുടെയും വന്യമൃഗങ്ങളുടെയും ശല്യം കാരണമാണെന്നും ആയതിനാൽ ആവശ്യമായ നഷ്ടപരിഹാരം നൽകാൻ വനംവകുപ്പിന് ഉത്തരവാദിത്വമുണ്ടെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. ഇക്കാര്യം താൻ മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും അവർ അക്കാര്യം ചർച്ച ചെയ്ത് ആവശ്യമായ കണക്ക് നൽകാൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് AK ജോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കൃഷ്ണൻ കൂട്ടില, E മോഹനൻ, PV ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള എമർജൻസി ടീം KET നൈറ്റ് ഡ്രൈവേഴ്സിന് ചുക്ക് കാപ്പി വിതരണം ചെയ്തു. മേലേച്ചുവ ജംഗ്ഷനിൽ രാത്രി 12 മണി മുതൽ 3 മണി വരെ 1200 ചുക്ക് കാപ്പികളാണ് വിതരണം ചെയ്തത്. കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി തൗഫീസ് എടക്കാട് ഉദ്ഘാടനം ചെയ്തു. രാത്രിയാത്രാ സമയത്തെ അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുന്നതിന് ഇത്തരം പ്രവൃത്തികൾക്ക് കഴിയും. മേലേച്ചുവ ജംഗ്ഷനിൽ KET വളണ്ടിയേഴ്സ് ഏറ്റെടുത്ത ദൌത്യം മാതൃകയാവേണ്ട കാര്യം തന്നെയാണ്. കണ്ണൂർ ജില്ലയുടെ ചുക്ക് കാപ്പി വിതരണമാണ് നമ്മുടെ ഉണർത്ത് ചുക്ക് കാപ്പിയുടെ രാത്രികാല ഡ്രൈവർമാർക്ക് ഒരു സുരക്ഷയായിട്ട്. അപ്പം കേരള എമർജൻസി ടീം KET എന്ന് ചുരുക്കപ്പേരിൽ മാറി KET എമർജൻസി ടീമായി മാറി. പിന്നെ നമ്മൾ സന്നദ്ധ സംഘടന രൂപം കൊടുക്കുകയായിരുന്നു. അവർ എന്താ പറയുക, എമർജൻസി ആയിട്ടുള്ള ആംബുലൻസ് കാര്യങ്ങൾ, ഹോസ്പിറ്റൽ കേസുകൾ, ആംബുലൻസിന് വഴിയൊരുക്കുക, മറ്റുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ അതേപോലെ ട്രോമാ കെയറിൻ്റെ പരിശീലനം, പിന്നെ ഫയർഫോഴ്സിൻ്റെ പരിശീലനമൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുറച്ച് വളണ്ടിയേഴ്സ് ഇവിടെ കണ്ണൂർ ജില്ലയുടെ വളണ്ടിയേഴ്സാണ്. അവർ ഇപ്പം രാത്രികാലം ഉണർത്തി ചുക്ക് കാപ്പി വിതരണം നടത്തുന്നുണ്ട്. പിന്നെ അതിന് പുറമെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, അതേപോലെ ഹോസ്പിറ്റൽ കേസുകൾ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് താഹിറ നാസിർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഉമ്മർകുട്ടി, ജില്ലാ ട്രഷറർ സഫ്വാൻ തുടങ്ങിയവർ പങ്കെടുത്തു. വീട്ടുജോലിക്കിടെ ഡയമണ്ടും സ്വർണ്ണാഭരണങ്ങളും ഉൾപ്പെടെ മോഷ്ടിച്ചു മുങ്ങിയ തമിഴ്നാട്ടുകാരിയെ വീട്ടമ്മ തന്ത്രപൂർവ്വം വിളിച്ചുവരുത്തി പിടികൂടി. തമിഴ്നാട് സേലം സ്വദേശിനി വിജയലക്ഷ്മിയാണ് പിടിയിലായത്. തലശ്ശേരി ചിറക്കരയിലെ ആരിഫയുടെ വീട്ടിൽ ക്ലീനിങ്ങിനെത്തിയ വിജയലക്ഷ്മി ഡയമണ്ട് ഉൾപ്പെടെയുള്ള 5 ലക്ഷം വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. തലശ്ശേരി ചിറക്കരയിലെ ആരിഫയുടെ വീട്ടിൽ ക്ലീനിങ്ങിനെത്തിയ വിജയലക്ഷ്മി ഡയമണ്ട് ഉൾപ്പെടെയുള്ള 5 ലക്ഷം വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. ആഭരണങ്ങൾ നഷ്ടപ്പെട്ടത് മനസ്സിലാക്കിയ ആരിഫ വിജയലക്ഷ്മിയെ വീട്ടിലേക്ക് വിളിച്ചെങ്കിലും വന്നില്ല.
പിന്നീട് തന്ത്രപൂർവ്വം വീട്ടിലെത്തിച്ച വിജയലക്ഷ്മിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മോഷ്ടിച്ച സാധനങ്ങൾ എരഞ്ഞോളിയിലെ കടയ്ക്ക് സമീപത്തു നിന്നും കണ്ടെത്തി. തലശ്ശേരി CIM അനിൽ, SI സജേഷ് സി ജോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ജൂലൈ 7 നാട്ടിലെത്തിയ പരാതിക്കാരിയും കുടുംബവും ഓഗസ്റ്റ് 14 തിരിച്ചു പോവാനിരുന്നതാണ്. ജൂലൈ 31 ആരിഫ ആഭരണങ്ങൾ കട്ടിലിനടിയിൽ അഴിച്ചുവെച്ചിരുന്നു. ഈ സമയം തന്നെ കുപ്പി വീണു പൊട്ടിയതിനാൽ അത് വൃത്തിയാക്കേണ്ട തിരക്കിനിടയിൽ ആഭരണം മറന്നുപോയി. പിന്നീടാണ് മോഷണ വിവരം അറിയുന്നത്. വീട്ടുവേലക്കാരിയല്ലാതെ വേറെ ആരും വരാത്തതിനാൽ മോഷ്ടിച്ചത് ഇവർ തന്നെയാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു. സാരി വാങ്ങിവെച്ചതായി പറഞ്ഞു പ്രലോഭിപ്പിച്ച് വീട്ടിലേക്ക് വരുത്തിയാണ് വിജയലക്ഷ്മിയെ പോലീസിന് കൈമാറിയത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആറളം ഫാമിലെ കൃഷിനാശം നഷ്ടപരിഹാരം നൽകേണ്ടത് വനം വകുപ്പെന്ന് MV ജയരാജൻ. ശമ്പള കുടിശ്ശിക പൂർണ്ണമായും ലഭിക്കാൻ കലക്ടറേറ്റ് മാർച്ച് നടത്തി ആദിവാസി ക്ഷേമ സമിതി. ഹോട്ടലുകളിൽ മിന്നൽ പരിശോധന, പഴകിയ കറികളടക്കം പിടിച്ചെടുത്തു. ആയിക്കരയിലെ 4 ഹോട്ടലുകൾക്ക് ആരോഗ്യവകുപ്പിന്റെ നോട്ടീസ്. അഴീക്കൽ തുറമുഖം ആധുനികവൽക്കരിക്കുന്നു. പ്രവൃത്തി ഉദ്ഘാടനം തിങ്കളാഴ്ച മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. നവീകരണം 26 കോടിയോളം രൂപ ചിലവഴിച്ച്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wynard Village Resort. Touch your inner soul. Be at ease with yourself. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ,
കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ. കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. കോർപ്പറേഷൻ പരിധിയിൽ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി. ഹെൽത്ത് വിഭാഗം രാവിലെ നടത്തിയ പരിശോധനയിലാണ് 4 ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടിയത്. ചിക്കൻ, കറികൾ, ചോറ്, കറിക്കൂട്ടുകൾ തുടങ്ങിയവയാണ് ഹോട്ടലുകളിൽ നിന്നും പിടിച്ചെടുത്തത്. പുതിയ ബസ് സ്റ്റാൻഡിലെ അന്നപൂർണ, വൃന്ദാവൻ, ആയിക്കരയിലെ ഹൻസ്, ഫൈസൽ എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചത്. സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ബിന്ദുവിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കണ്ണൂർ കലക്ട്രേറ്റിനെ ഹരിത ശുചിത്വ കലക്ട്രേറ്റാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി വൃക്ഷ ജൈവ വൈവിധ്യ രജിസ്റ്റർ പ്രകാശനവും കലക്ട്രേറ്റ് അനക്സ് വളപ്പിലെ മുഴുവൻ മരങ്ങൾക്കും QR കോഡ് അടങ്ങിയ ബോർഡുകൾ സ്ഥാപിക്കലും നടന്നു. നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന ചെയർപേഴ്സൺ ഡോക്ടർ TN സീമ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പലരും മരങ്ങളുടെ സവിശേഷതകൾ മനസ്സിലാക്കാതെ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന സാഹചര്യമുണ്ടെന്ന് TN സീമ പറഞ്ഞു. കേരളത്തിന്റെ ജൈവ വൈവിധ്യ സവിശേഷതകളെ സംരക്ഷിക്കാൻ ഉതകുന്ന വിവിധ പ്രവർത്തനങ്ങൾ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടത്തിവരുന്നു. കണ്ണൂർ കലക്ട്രേറ്റിൽ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത ദൗത്യം മാതൃകാപരമാണെന്നും അവർ പറഞ്ഞു. നമുക്കൊക്കെ പേരുള്ളതുപോലെ തന്നെ ഓരോ മരത്തിനും പേരുണ്ട്, ഓരോ മരത്തിനും ഒരു കുടുംബമുണ്ട്, അതിൻ്റെ സവിശേഷതകളുണ്ട്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ എല്ലാം നമ്മൾ ഒരുപോലെ തന്നെ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു സാഹചര്യം ഇന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ തനതായിട്ടുള്ള ജൈവ വൈവിധ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള വലിയ പരിശ്രമമാണ് ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. പച്ചത്തുരുത്തുകളൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ കണ്ണൂർ കളക്ട്രേറ്റ് ക്യാമ്പസ് നോക്കുമ്പോൾ ഇത് തന്നെ ഒരു പച്ചത്തുരുത്താണ്. ഈ പച്ചത്തുരുത്തിലെ വൃക്ഷങ്ങൾ എന്തൊക്കെയാണ് എന്ന ഒരു പാഠപുസ്തകം എന്ന നിലയിൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഈ QR കോഡ് പതിച്ചു കഴിഞ്ഞാൽ ആളുകൾക്കത് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിപ്പോൾ മുഴക്കുന്ന് പഞ്ചായത്തിലെ 136 ഏക്കർ പച്ചത്തുരുത്ത് അത് QR കോഡ് അടക്കം സ്ഥാപിച്ചുകൊണ്ട് അതൊരു ജൈവ വൈവിധ്യ പാഠപുസ്തകമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്. വൃക്ഷ ജൈവ വൈവിധ്യ രജിസ്റ്റർ പ്രകാശനം ഡോക്ടർ TN സീമ കലക്ടർ S ചന്ദ്രശേഖരന് നൽകി നിർവഹിച്ചു. നവകേരളം കർമ്മ പദ്ധതി 2ന്റെ ഭാഗമായ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടന്നത്. കലക്ട്രേറ്റ് അനക്സ് വളപ്പുകളിൽ വളരുന്ന ഓരോ വൃക്ഷത്തൈയും കൃത്യമായി തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് വൃക്ഷ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. നാടൻ പ്ലാവ് മുതൽ കൊങ്കൺ മേഖലകളിൽ മാത്രം കൂടുതലായി വളരുന്ന കൊക്കം വരെ ഇവിടെ വളരുന്നുണ്ട്. ഇങ്ങനെയുള്ള 46 ഇനങ്ങളിലായി 153 വൃക്ഷത്തൈകളെ ഉൾപ്പെടുത്തിയാണ് വൃക്ഷ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയത്. ഈ മരങ്ങൾക്കെല്ലാം പേരും QR കോഡും അടങ്ങിയ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ VC ബാലകൃഷ്ണനാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇതോടൊപ്പം ശുചിത്വവത്കരണത്തിന്റെ ഭാഗമായി കലക്ട്രേറ്റിലെയും അനക്സിലെയും എല്ലാ സർക്കാർ ഓഫീസുകളിലെയും അജൈവ മാലിന്യ സംസ്കരണ സംവിധാനം ഡിജിറ്റലൈസ് ചെയ്യുന്ന പ്രവർത്തനവും പൂർത്തീകരിച്ചു കഴിഞ്ഞു. കലക്ട്രേറ്റ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ കലക്ടർ S ചന്ദ്രശേഖർ അധ്യക്ഷനായി. നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന അസിസ്റ്റന്റ് കോഓർഡിനേറ്റർ TP സുധാകരൻ, അസിസ്റ്റന്റ് കളക്ടർ അനൂപ് കാർഗ്, ADM KK ദിവാകരൻ, ഹരിത കേരളം മിഷൻ ജില്ലാ കോഓർഡിനേറ്റർ EK സോമശേഖരൻ, VC ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മഹിളാ ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ആലുവയിൽ കൊല ചെയ്യപ്പെട്ട ചാന്ദിനി മോൾക്ക് ശ്രദ്ധാഞ്ജലിയുമായി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. സംസ്ഥാന അധ്യക്ഷൻ നിഷ സോളമൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ നാടിന്റെ ഭരണ സംവിധാന തകർച്ചയാണ് ഇത്തരത്തിൽ പിഞ്ചുമക്കൾ മരിക്കാനിടയാവുന്നത്. വാളയാർ സംഭവം നമുക്ക് മുന്നിലുള്ള ഉദാഹരണമാണെന്ന് മഹിളാ ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ പറഞ്ഞു. ഈ നാടിന്റെ ഒരു ഭരണ സംവിധാനമുണ്ട്. കൊച്ചു കേരളം ജനാധിപത്യ കേരളമാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാം എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ നാടിന്റെ ഭരണ സാന്നിധ്യത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ജനപ്രതിനിധികളുണ്ട്. തീർച്ചയായും അവരൊക്കെ ഇതിനെ അങ്ങേയറ്റം ബാധ്യസ്ഥരാണ്. ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഈ നാട്ടിലെ ഭരണ സംവിധാനത്തിനാണ് എന്ന് മഹിളാ ഐക്യവേദി അങ്ങേയറ്റം ഖേദത്തോടുകൂടി പറയുകയാണ്. ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ കുഞ്ഞിനോട് മാപ്പ് പറയണം. കുഞ്ഞിനെ മാപ്പ് എന്ന് മാത്രം എഴുതി കാണിക്കുന്ന ഒരു പോലീസ് സംവിധാനം, നിയമ സംവിധാനം അതാണോ കേരളത്തിൽ വേണ്ടത്? ഇവിടെ ആർക്കാണ് സംരക്ഷണം കൊടുക്കേണ്ടത്? ഇവിടെ മന്ത്രിമാരുടെയും MLA മാരുടെയും കുടുംബത്തിനും അവരുടെ
ജില്ലാ അധ്യക്ഷ പ്രസന്ന ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ രക്ഷാധികാരി മനോരമ സോമശേഖരൻ, സഹന മുകേഷ്, രാഗിണി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. അഴീക്കൽ ഹാർബർ ആധുനികവൽക്കരിക്കുന്നതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഓഗസ്റ്റ് 6 വൈകിട്ട് 3:30 തുറമുഖ പരിസരത്ത് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കുമെന്ന് കെ വി സുമേഷ് MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മത്സ്യബന്ധന യാനങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് കാരണം ഹാർബറിലെ നിലവിലെ പരിമിതികൾക്ക് പരിഹാരമാകുന്നതിന് സർക്കാരിന് നിർദ്ദേശം സമർപ്പിച്ചിരുന്നുവെന്നും കെ വി സുമേഷ് അറിയിച്ചു. നവീകരണ പ്രവൃത്തിയിൽ പ്രധാനമായും 186 മീറ്റർ വാർഫ്, ലേലപ്പുര, സാഫ്റ്റ് പ്രോസസിംഗ് യൂണിറ്റ്, ലോക്കൽ മുറികൾ, ചുറ്റുമതിൽ നിർമ്മാണം, ഇന്റേണൽ റോഡുകൾ, കാന്റീൻ കെട്ടിടം, പാർക്കിംഗ് ഏരിയ, ടോയ്ലറ്റ് ബ്ലോക്കുകൾ, ഫിഷറീസ് ഓഫീസ്, കുടിവെള്ള വിതരണം, മഴവെള്ള സംഭരണി, ഡ്രഡ്ജിംഗ്, ഇലക്ട്രിഫിക്കേഷൻ തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തുക. 1960 ആരംഭിച്ചിട്ടുള്ള മത്സ്യബന്ധന തുറമുഖമാണ് അഴീക്കൽ ഹാർബർ. യഥാർത്ഥത്തിൽ യാനങ്ങളുടെയും വള്ളങ്ങളുടെയും ഏറ്റവും വലിയ ഒരു കേന്ദ്രമാണത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജില്ലയിൽ ഏറ്റവും വലിയ ഒരു ഫിഷിംഗ് നടക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അത് 1960-കളിൽ ആരംഭിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഒട്ടേറെ പ്രയാസങ്ങൾ അത് അഭിമുഖീകരിക്കുന്നതായി നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികളും ആ മേഖലയിലുള്ള എല്ലാവരും സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഇതാണ് നമ്മുടെ മത്സ്യ വകുപ്പ് മന്ത്രി, നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവിടെ വരികയും സന്ദർശിക്കുകയും ആ ഘട്ടത്തിൽ അദ്ദേഹത്തോട് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്ത ഘട്ടത്തിൽ നബാർഡിൻ്റെ സഹായത്തോടുകൂടി ഈ വർഷം നമുക്ക് അനുവദിച്ച ഫണ്ടിൽ ആദ്യ ഫസ്റ്റ് പ്രയോറിറ്റി നൽകി 25.36 കോടി രൂപ ഒരു ആധുനിക ഹാർബർ, ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു മത്സ്യബന്ധന ഹാർബറായി അഴീക്കൽ ഹാർബർ മാറാൻ വേണ്ടി പോവാണ്. അത് നമ്മുടെ മലബാറിനെ സംബന്ധിച്ചും വിശേഷിച്ച് നമ്മുടെ അഴീക്കോട് മണ്ഡലത്തെ സംബന്ധിച്ചും ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണത്. മന്ത്രി ഒന്ന് സന്ദർശിച്ചു, ഈ കാര്യങ്ങൾ മന്ത്രിയെ ബോധ്യപ്പെടുത്തിയപ്പോൾ വളരെ അനുകൂലമായ ഒരു പ്രതികരണം മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ DPR തയ്യാറാക്കാൻ പറഞ്ഞു. DPR വിശദമായി തയ്യാറാക്കി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മളെ സെലക്ട് ചെയ്യുകയും നമുക്ക് ആ തുക അവാർഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് 6-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട സജി ചെറിയാൻ തന്നെ പങ്കെടുത്തുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം, അതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് 6-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് അവിടെ മത്സ്യബന്ധന ഹാർബറിൽ തന്നെ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചടങ്ങിൽ കെ വി സുമേഷ് MLA അധ്യക്ഷത വഹിക്കും. MPമാരായ കെ സുധാകരൻ, വി ശിവദാസൻ, പി സന്തോഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ, കണ്ണൂർ ജില്ലാ കളക്ടർ S ചന്ദ്രശേഖർ IAS തുടങ്ങിയവരും പങ്കെടുക്കും. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25.36 കോടി രൂപയ്ക്കുള്ള അംഗീകാരമാണ് ലഭിച്ചത്. മത്സ്യബന്ധന യാനങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് കാരണം ഹാർബറിലെ നിലവിലെ പരിമിതികൾ പരിഹരിക്കുന്നതിന് സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കെ വി സുമേഷ് MLA പറഞ്ഞു. വിവാദ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നിയമസഭാ സ്പീക്കർ AN ഷംസീറും ഇന്ന് നടത്തിയ പ്രതികരണം ഹൈന്ദവ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗം PK കൃഷ്ണദാസ്. സ്പീക്കർ AN ഷംസീർ ഗണപതിയെ ഇകഴ്ത്തി സംസാരിച്ച് വിശ്വാസത്തെ വ്രണപ്പെടുത്തിയെന്ന വിവാദ വിഷയത്തിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു PK കൃഷ്ണദാസ്. ഹൈന്ദവ വിശ്വാസികളെ പുറംകാൽ കൊണ്ട് തട്ടിക്കളയുകയായിരുന്നു ഷംസീറും MV ഗോവിന്ദനും ചെയ്തതെന്ന് PK കൃഷ്ണദാസ് പ്രതികരിച്ചു. 1 മണിക്കൂർ വ്യത്യാസത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷും തുടർന്ന് സംസ്ഥാന നിയമസഭാ സ്പീക്കർ ശ്രീ ഷംസീറും നടത്തിയ പത്രസമ്മേളനം ഹൈന്ദവ സമൂഹത്തോടുള്ള കനത്ത വെല്ലുവിളിയായിരുന്നു. മാത്രമല്ല, ഹൈന്ദവ സമൂഹത്തിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന രീതിയിലായിരുന്നു ഇരുവരുടെയും പത്രസമ്മേളനം. അതോടൊപ്പം തന്നെ ഹിന്ദു വിഭാഗത്തെ പുറങ്കാൽ കൊണ്ട് തട്ടിമാറ്റുകയായിരുന്നു രണ്ടുപേരും പത്രസമ്മേളനത്തിലൂടെ ചെയ്തത്. ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും ദേവീ ദേവസങ്കല്പങ്ങളെയും തകർക്കാൻ CPM ഗൂഢമായ ശ്രമം നടത്തുന്നു എന്നാണ് ഇരുവരുടെയും പ്രതികരണത്തിൽ നിന്നും വ്യക്തമാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദു വിഭാഗത്തിൻ്റെ ക്ഷേത്രങ്ങളെയും ക്ഷേത്ര ആരാധനകളെയും ദേവീ ദേവതാ സങ്കല്പത്തെയും തകർക്കുന്ന നിഗൂഢമായ നീക്കമാണ് CPM നടത്തുന്നത് എന്ന് ഗോവിന്ദൻ മാഷുടെയും അതേപോലെ ഷംസീറിൻ്റെയും പത്രസമ്മേളനത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ്. കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ശാസ്ത്രബോധമില്ലാത്തതിനാൽ CPM ശാസ്ത്രബോധം പകർന്നു നൽകുന്നു എന്നാണ് ഇരുവരുടെയും പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാവുന്നതെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. ശാസ്ത്രബോധം പഠിപ്പിക്കാൻ CPM നേതാക്കളോ AN ഷംസീറോ വളർന്നിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു.
രാജ്യതലസ്ഥാനത്ത് തക്കാളി വില വീണ്ടും കിലോഗ്രാമിന് 250 രൂപയായി ഉയർന്നു. 200 രൂപയ്ക്കാണ് മൊത്ത വ്യാപാരം നടക്കുന്നത്. ചില്ലറ വിപണിയിൽ 250ലേക്ക് എത്തിയിട്ടുണ്ട് വില. മദർ ഡയറി 1 കിലോ തക്കാളി വിൽക്കുന്നത് 259 രൂപയ്ക്കാണ്. വരും ദിവസങ്ങളിലും തക്കാളി വില കിലോഗ്രാമിന് 300 രൂപ വരെ ഉയരുമെന്ന് മൊത്ത വ്യാപാരികൾ പറഞ്ഞതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. തക്കാളി, ക്യാപ്സിക്കം, മറ്റ് സീസണൽ പച്ചക്കറികൾ എന്നിവയുടെ വിൽപ്പനയിലെ ഇടിവ് കാരണം മൊത്ത കച്ചവടക്കാർ നിലവിൽ നഷ്ടം നേരിടുന്നുണ്ട്. മൺസൂൺ മഴ കനത്തതോടെ പച്ചക്കറികൾ കയറ്റുമതി ചെയ്യുന്നതിന് സാധാരണയേക്കാൾ 6 മുതൽ 8 മണിക്കൂർ വരെ അധിക സമയമെടുക്കും. ഇത് വില ഉയരാൻ കാരണമാകുന്നുണ്ട്. പച്ചക്കറികളുടെ കയറ്റുമതി വൈകുമ്പോൾ അവ കേടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഉള്ളി, ബീൻസ്, ക്യാരറ്റ്, ഇഞ്ചി, മുളക്, തക്കാളി തുടങ്ങിയവയുടെ വിലയും ഉയർന്നേക്കാമെന്ന് വ്യാപാരികൾ അഭിപ്രായപ്പെടുന്നു. അതേസമയം ഒരാഴ്ചയ്ക്കുള്ളിൽ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് ONDC വിറ്റത് 10,000 കിലോ തക്കാളിയാണ്. രാജ്യത്ത് തക്കാളി വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ സർക്കാർ ONDC വഴി ഓൺലൈൻ സബ്സിഡി നിരക്കിൽ തക്കാളി വിൽപ്പന തുടങ്ങിയിരുന്നു. 1 കിലോ തക്കാളി 70 രൂപയ്ക്ക് സബ്സിഡി നിരക്കിൽ വിൽപ്പന നടത്തുമെന്ന് പ്രഖ്യാപിച്ച് 6 ദിവസത്തിനുള്ളിൽ 10,000 കിലോ തക്കാളി വിറ്റതായി ONDC അറിയിച്ചു. രാജ്യത്ത് തക്കാളി വില 200 കടന്നതോടെയാണ് കേന്ദ്രം സബ്സിഡി അനുവദിച്ചത്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 15 രൂപ കുറഞ്ഞു. 1 പവൻ സ്വർണം 5495, പവന് 43,960 രൂപ. വെള്ളി 79 രൂപ. അവസാനമായി അറിയിപ്പ്. ആറന്മുള വള്ള സദ്യയിൽ പങ്കെടുക്കാൻ ഒരവസരം കൂടി. ആറന്മുള സദ്യയുണ്ട്. പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്ന പഞ്ചപാണ്ഡവ ദർശന തീർത്ഥയാത്രയുമായി കണ്ണൂർ KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന വിവിധ ദേവസ്വങ്ങളുമായും പള്ളിയോട സേവാ സംഘങ്ങളുമായി സഹകരിച്ചാണ് മഹാഭാരത ചരിത്രത്തിലൂടെ ഒരു തീർത്ഥയാത്ര എന്ന ടാഗ് ലൈനിൽ ഈ തീർത്ഥാടന യാത്ര സംഘടിപ്പിക്കുന്നത്. തൃച്ചിറ്റാറ്റ്, തിരുപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം എന്നിവയാണ് ഈ പാണ്ഡവ ക്ഷേത്രങ്ങൾ. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ 2023 ഒക്ടോബർ 2 വരെ നടത്തുന്ന ആറന്മുള വള്ളസദ്യയിലെ ചടങ്ങുകൾ കാണാനും കരക്കാർക്ക് മാത്രം നൽകുന്ന 20 വിഭവങ്ങൾ ഒഴികെയുള്ള മറ്റ് 44 വിഭവങ്ങൾ ഉൾപ്പെടുന്ന സദ്യയിൽ പങ്കെടുക്കാനും തീർത്ഥാടകർക്ക് അവസരമുണ്ട്. ലോഹക്കൂട്ടുകളാൽ നിർമ്മിക്കുന്ന പ്രസിദ്ധമായ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം നേരിൽ കാണുന്നതിനും വാങ്ങുന്നതിനുമുള്ള സൗകര്യവും തീർത്ഥാടകർക്ക് ഒരുക്കും. ഓഗസ്റ്റ് 12 ശനിയാഴ്ച രാവിലെ 5:30 കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് വൈക്കം ക്ഷേത്രം, കടുത്തുരുത്തി ക്ഷേത്രം, ഏറ്റുമാനൂർ ക്ഷേത്രം, ചോറ്റാനിക്കര എന്നീ ക്ഷേത്രങ്ങൾ ദർശനം നടത്തി അന്ന് രാത്രി ചെങ്ങന്നൂരിൽ ഹോട്ടലിൽ താമസിച്ച് 2ാമത്തെ ദിവസം പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനവും വള്ളസദ്യയിലും പങ്കെടുത്ത് വൈകുന്നേരം കണ്ണൂരിലേക്ക് തിരികെ വരും വിധമാണ് യാത്ര. തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് കണ്ണൂരിൽ തിരിച്ചെത്തും. ബുക്കിംഗ് 8089463675 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ മുനിസിപ്പൽ കോമൺ സർവീസിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് PSC 2023 ഫെബ്രുവരി 23 നടത്തിയ ഓൺലൈൻ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതായി ജില്ലാ PSC ഓഫീസർ അറിയിച്ചു. ട്രെയിനി നിയമനം. പട്ടികവർഗ വികസന വകുപ്പിന്റെ ട്രൈബൽ പാരാമെഡിക്സ് പദ്ധതിയിൽ ട്രെയിനികളെ നിയമിക്കുന്നു. നഴ്സിംഗ് ഉൾപ്പെടെയുള്ള വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയവരെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ പാരാമെഡിക്കൽ കോളേജ് വരെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ താൽക്കാലികമായി നിയമിക്കും. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവതി-യുവാക്കൾക്ക് അപേക്ഷിക്കാം. നഴ്സിംഗ്, ഫാർമസി, മറ്റ് പാരാമെഡിക്കൽ കോഴ്സ് ബിരുദം, ഡിപ്ലോമയാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രായപരിധി 21-നും 35-നും ഇടയിൽ. 1 വർഷമാണ് നിയമന കാലാവധി. അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ ഗവൺമെന്റ് ITIയും IMCയും സംയുക്തമായി നടത്തുന്ന ടിക് ആൻഡ് MIG വെൽഡിംഗ് പുതിയ ബാച്ചിലേക്ക് പ്രവേശനം തുടങ്ങി. ഓഗസ്റ്റ് 7 വരെ അപേക്ഷ സ്വീകരിക്കും. ഫോൺ നമ്പർ 7560865447. ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കെൽട്രോണിന്റെ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചേഴ്സ് ട്രെയിനിംഗ്, ഡിപ്ലോമ ഇൻ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ തളിപ്പറമ്പ് കെൽട്രോൺ നോളജ് സെന്ററുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 046022054474. ഈമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി തീയതി നീട്ടി. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിധവകൾക്കും വിവാഹബന്ധം വേർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുമുള്ള ഈമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ധനസഹായത്തിന് അപേക്ഷിക്കുന്നതിനുള്ള തീയതി ഓഗസ്റ്റ് 25 വരെ നീട്ടി. സീറ്റ് ഒഴിവ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോളേജിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത 3 വർഷത്തെ തൊഴിലധിഷ്ഠിത BSc ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സയൻസ്
കോഴ്സിൽ ജനറൽ, പട്ടികജാതി, മുസ്ലിം, OBC, EWS, PWD, സ്പോർട്സ് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ള ബന്ധപ്പെട്ട വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആവശ്യമായ രേഖകൾ സഹിതം കോളേജിൽ ഹാജരാകണം. സ്കോളർഷിപ്പോടെ ഫാഷൻ ഡിസൈനിങ്ങിൽ ഡിഗ്രി, അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ കണ്ണൂർ സെന്ററിൽ 3 വർഷത്തെ ഫാഷൻ ഡിസൈനിങ് ആൻഡ് റീറ്റെയിൽ ഡിഗ്രി കോഴ്സിൽ സീറ്റൊഴിവ്. 50% മാർക്കോടുകൂടി +2 പാസ്സായവർക്ക് അപേക്ഷിക്കാം. കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. പ്രായപരിധി 25 വയസ്സ്. SC/ST വിഭാഗക്കാർക്ക് മുൻഗണന. ഫോൺ നമ്പർ 8301030362. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആറളം ഫാമിലെ കൃഷിനാശം, നഷ്ടപരിഹാരം നൽകേണ്ടത് വനം വകുപ്പെന്ന് MV ജയരാജൻ. ശമ്പള കുടിശ്ശിക പൂർണ്ണമായും ലഭിക്കാൻ കലക്ട്രേറ്റ് മാർച്ച് നടത്തി ആദിവാസി ക്ഷേമ സമിതി. ഹോട്ടലുകളിൽ മിന്നൽ പരിശോധന, പഴകിയ കറികളടക്കം പിടിച്ചെടുത്തു. ആയിക്കരയിലെ 4 ഹോട്ടലുകൾക്ക് ആരോഗ്യവകുപ്പിന്റെ നോട്ടീസ്. അഴീക്കൽ തുറമുഖം ആധുനികവൽക്കരിക്കുന്നു. പ്രവൃത്തി ഉദ്ഘാടനം തിങ്കളാഴ്ച മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. നവീകരണം 26 കോടിയോളം രൂപ ചിലവഴിച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.